ഡിസ്കസ് ചെയ്തത് അയോൺ ഇംപ്ലാന്റേഷൻ ആണ്. ഓക്കെ, സോ അയോൺ ഇംപ്ലാന്റേഷൻ പ്രോസസ് ഒന്ന് ആരെങ്കിലും ബ്രീഫായിട്ട് വാട്ട് ഈസ് അയോൺ ഇംപ്ലാന്റേഷൻ പ്രോസസ്? ഓക്കെ, ഈ ഡയഗ്രാം വെച്ചിട്ട് ഒന്ന് പറഞ്ഞു. അർച്ചിത, അർച്ചിത, അരുൺ, ഒന്ന് ഈ പ്രോസസ് ഒന്ന് ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത്. ടീച്ചർ അറിയില്ല, ഞാൻ നോട്ട് ചെയ്തിട്ടില്ലേ. നോട്ട് ചെയ്തിട്ടില്ലേ? ഇല്ല, അത് വേറെ സ്ഥലത്തായി പോയി. ഹിഫ്സു, ഹിഫ്സു, ഹരിത, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത. എടുത്ത് പറയാൻ പറ്റില്ല, ഞാൻ നോട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അപർണ, അപർണ, പാർവതി, പാർവതി, ദീപ്തി, പറയാമോ എന്താ പ്രോസസ്? ഇതില് ഫസ്റ്റ് അയോൺ സോഴ്സ് ഉണ്ടാവും. അത് അതിലൊരു ഫീഡ് ഗ്യാസ് ഉണ്ടാവും. അതിൽ ഡിസൈഡ് ഇംപ്ലാന്റ് സ്പീഷീസ് ഉണ്ട്. then ഫീഡ് ഗ്യാസ് ഒരു ഹയർ എനർജി ഇലക്ട്രോൺസിലേക്ക് എക്സ്പോസ് ചെയ്യിക്കും. പിന്നെ മാസ് സെപ്പറേറ്റർ അത് അറ്റ് 90 ഡിഗ്രി ആംഗിളിലായിരിക്കും. ഈ അയോൺ ഫോം contains different species. അത് travel into അത് മാസ് സെപ്പറേറ്റർ ചേമ്പറിലേക്ക് ട്രാവൽ ചെയ്യും. പിന്നെ ഒരു ആക്സിലറേഷൻ അയോൺ ഫോം മാസ് സെപ്പറേറ്റഡ് ചേമ്പർ ഇലക്ട്രിക് ഫീൽഡിലേക്ക് ആക്സിലറേറ്റ് ചെയ്യും. കുറച്ചൊക്കെ പറയാൻ പറ്റുമോ?
അയൺ സോഴ്സ് എന്ന് പറയുന്നത് ഒരു കോമ്പൗണ്ട് ആയിരിക്കും. അതായത് ഇപ്പം നമ്മൾ ഡോപ്പൻ്റ് ആയിട്ട് ബോറോണ എടുക്കുന്നതെങ്കിൽ അതിന്റെ കോമ്പൗണ്ട്, അതായത് ബോറോൺ ഫ്ലൂറൈഡോ അങ്ങനത്തെ ആയിരിക്കും. അത് ഒരു അയോണൈസിങ് ചേംബറിലൂടെ കടത്തിവിട്ടിട്ട് ഒരു അയോണൈസിങ് ആറ്റായിട്ട് മാറ്റും, അയോണൈസ്ഡ് ആറ്റായിട്ട് മാറ്റും. ആ അയോണൈസ്ഡ് ആറ്റത്തിൽ ബോറോണിന്റെ ഒപ്പം തന്നെ മറ്റ് അയോണൈസിങ് ആറ്റംസും അയോണിക് സ്പീഷീസും ഉണ്ടാവും. അത് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അനലൈസിങ് മാഗ്നറ്റ്. അനലൈസിങ് മാഗ്നറ്റ് ഒരു മാസ് സെപ്പറേറ്റർ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അയോണിക് സ്പീഷീസ് അതിൻ്റെ അകത്ത് സെപ്പറേറ്റ് ചെയ്തിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് ആർക്കിലേക്ക് ഡിഫ്ലക്ട് ചെയ്യിപ്പിക്കും മറ്റേ അയോൺ സ്പീഷീസ് എല്ലാം. ബോറോണ് മാത്രം അതിലൂടെ കടത്തി വിട്ടിട്ട് ആക്സിലേറ്റർ ഉപയോഗിച്ചിട്ട് ഇതിന്റെ ആക്സിലറേഷൻ കൂട്ടും, ഹൈ സ്പീഡ്. പിന്നെ ഫോക്കസ് ഉപയോഗിച്ചിട്ട് ആ വേഫറിന്റെ സെർട്ടൻ പൊസിഷനിലേക്ക് ഫോക്കസ് ചെയ്യിപ്പിക്കും. പിന്നെ ഓക്കെ, ഓൾമോസ്റ്റ്. അപ്പം ബാക്കിയുള്ളവര് ദീപ്തി കുറച്ച് പറഞ്ഞു, അഭിജിത്ത് അതിന്റെ കുറച്ചും കൂടെ പറഞ്ഞു. ബാക്കിയുള്ളവരൊക്കെ വെറുതെ ഇരിക്കുന്നതാ. ഒന്നുമില്ലെങ്കിൽ ഓരോന്നിന്റെയും ഫംഗ്ഷൻ വെച്ച് അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും പറയാൻ പറ്റണ്ടേ? നിങ്ങൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ ലാസ്റ്റ് നിങ്ങൾക്ക് S5 നിങ്ങൾക്ക് അറിയാലോ, ഓൺലൈൻ ക്ലാസ്സും കഴിഞ്ഞ് നിങ്ങൾ പഠിക്കാതിരുന്നിട്ട് ലാസ്റ്റ് എക്സാമിന് എങ്ങനെ ഉണ്ടായതെന്ന് നിങ്ങൾ കണ്ടതല്ലേ. അതുകൊണ്ട് ഇനിയെങ്കിലും കുറച്ച് സീരിയസ് ആയിട്ട് ഓൺലൈൻ ക്ലാസ്സിന് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് എടുക്കുക കേട്ടോ. പോർഷൻസ് അതേപോലെ തന്നെ ഒന്ന് പറയുന്ന കാര്യങ്ങളിൽ നിന്ന് കുറച്ച് മെയിൻ പോയിന്റ്സ് എങ്കിലും നോട്ട് ചെയ്തിട്ട് പോകാൻ നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയായിരിക്കും ലാസ്റ്റ് ബുദ്ധിമുട്ടുണ്ടാവുക. ഇവിടെ എത്ര ഉള്ളൂ? എന്താണ്? വി ഹാവ് എൻ അയൺ സോഴ്സ്. അയൺ സോഴ്സിന്റെ അകത്ത് എന്താ ഉള്ളത്? ദ ഇംപ്യൂരിറ്റി ആറ്റംസ് അല്ലെങ്കിൽ നമ്മുടെ ഡോപ്പന്റ് ആറ്റംസ്, ദ കോമ്പൗണ്ട്സ് ഓഫ് ഡോപ്പന്റ് ആറ്റംസ്. സോ അവിടെ എന്ത് ചെയ്യും? ബൈ അപ്ലൈങ് ഹൈ ഇലക്ട്രിക് കറന്റ് ദിസ് compound, that feed gas is ionized. That ionized atoms are passed to the analyzing magnet, or we can say mass separator. So analyzing magnet ന്റെ പ്രത്യേകത എന്താണ്? It is held at an angle 90 degree and നമുക്ക് എന്താ ഇവിടെ എന്താ നമ്മൾ ചെയ്യുന്നത്? ആക്ച്വലി ഈ അയോൺ ബീം, the analyzing magnet deflect the ion beam into an arc. Okay, ഇവിടെ ഒരു ബീം ആയിട്ട് വന്നതിന് എന്ത് ചെയ്യും? It deflected into an arc. ആ ആർക്കിന്റെ റേഡിയസ് ആണ് അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കാര്യം. നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്ന മെത്തേഡ് ആർക്ക് റേഡിയസ് ആണ്. ദാറ്റ് ആർക്ക് റേഡിയസ് വിൽ ബി ഡിഫറെന്റ് ഫോർ ഡിഫറെന്റ് ആറ്റംസ്. ഓക്കെ, അതിന്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ നോക്കുക. മാത്തമാറ്റിക്കൽ ഇക്വേഷൻ അനുസരിച്ച് നമുക്ക് എന്താണ് ഈ അനലൈസിങ് മാഗ്നറ്റിന്റെ ഈ ഡിഫ്ലക്റ്റിംഗ് ആർക്ക്, അതായത് ഇവിടെ എത്തുന്ന ബീമിന്, ഇവിടെ എത്തുന്ന ഇതുപോലെ ഒരു ബീമായിട്ടാണ് വരുന്നത് അല്ലെ. സോ അതിനെ ഡിഫ്ലക്ട് ചെയ്യുന്ന ഈ ഒരു ആർക്ക്, ഈ ഡിഫ്ലക്റ്റിംഗ് ആർക്ക് ഡിഫറെന്റ് ഫോർ ഡിഫറെന്റ് ആറ്റംസ്. ഓക്കെ, സോ വി ആർ controlling the magnetic field. We are using the magnetic field such that only the required impurity ions will pass through the slit. Okay, so actually നമ്മൾ magnetic field ആണ് കൺട്രോൾ ചെയ്യുന്നത്. ഇവിടെ ഓരോ ആർക്കിലും ഇവിടെ എന്താണെന്ന് വെച്ചാൽ എല്ലാ അയോൺസും എന്താണ് ഇതേപോലെ ഡിഫറെന്റ് ആർക്കിലേക്ക് ഡിഫ്ലക്ട് ചെയ്ത് പോകും. ഓക്കെ, we are adjusting the magnetic field such that ഇവിടെ ഒരു നാരോ സ്ലിറ്റ് ആണ്. ഓക്കെ, only the dopant atoms are passed through the narrow slit. ഓക്കെ, അപ്പൊ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ബോറോണിന്റെ ഒക്കെ കോമ്പൗണ്ട് ആണെങ്കിൽ പിന്നെ ഈ ഫ്ലൂറൈഡ് അയൺസ് ഒക്കെ എന്തായിരിക്കും? വേറൊരു ആംഗിളിലായിരിക്കും ഡിഫ്ലക്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അത് സ്ലിറ്റിന് കറക്റ്റ് ആയിട്ട് ആയിരിക്കില്ല വരുന്നത്. ഓക്കെ, അതുകൊണ്ട് അതിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ചാമ്പർ എന്നത് പുറത്തേക്ക് വരില്ല. ഓക്കെ, സോ ഈ മാഗ്നറ്റിക് ഫീൽഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? നമ്മുടെ പെർട്ടിക്കുലർ ഇംപ്യൂരിറ്റീസ്, റിക്വേർഡ് ഇംപ്യൂരിറ്റീസ് മാത്രം ഈ ഒരു നാരോ സ്ലിറ്റിലേക്ക് ഡിഫ്ലക്ട് ചെയ്യുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ ദാറ്റ് അയോൺസ് ആർ ആക്സിലറേറ്റഡ് ബൈ ഹൈ ഇലക്ട്രിക് ഫീൽഡ്, അതായത് അതിന് ഹൈ കൈനറ്റിക് എനർജി പ്രൊവൈഡ് ചെയ്യാണ്. Then using focus and scanning plates, we are pointing that particular ions into the required position in the wafer. Okay, then wafer ലാകത്ത് ഇംപ്ലൈൻ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? Due to this high kinetic energy, this ions will penetrate to the semiconductor wafer. Okay, then penetrate ചെയ്തിട്ട് എന്ത് ചെയ്യും? Penetrate ചെയ്തിട്ട് when its kinetic energy become 0, that is നമ്മുടെ വേഫറിനകത്തേക്ക് penetrate ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? Kinetic energy will get reduced due to the collisions with the lattice atoms and nucleus. With the collision, the kinetic energy of the ions will get reduced, and when the kinetic energy become equal to 0, that particular ion will come into rest. അതായത് വേഫറിനകത്ത് ഏതെങ്കിലും ഒരു പോയിന്റിൽ എവിടെ എത്തുമ്പോഴാണോ kinetic energy 0 ആവുന്നത് ആ പോയിന്റിൽ അത് റെസ്റ്റ് ചെയ്യും. അങ്ങനെയാണ് കംപ്ലീറ്റ് അയോൺസ് ഇംപ്ലാന്റ് ചെയ്യുന്നത്. Then ഈ ഫാരഡേ കപ്പ് അറേഞ്ച്മെന്റ് ടു മെഷർ ദ ഇംപ്യൂരിറ്റി കോൺസെൻട്രേഷൻ, അതായത്
ഇവിടെ വരുന്ന കറണ്ട് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ബൈ ഇന്റഗ്രേറ്റിംഗ് ദ കറണ്ട് വി ക്യാൻ ഗെറ്റ് ദ എമൗണ്ട് ഓഫ് ചാർജ്. ഓക്കെ, എമൗണ്ട് ഓഫ് ചാർജ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഇംപ്യൂരിറ്റീസ്. എത്രയാണ് അയോൺ ഇംപ്ലാന്റേഷൻ പ്രോസസ്സ് പറഞ്ഞത്. ഇന്നലെ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞതിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒന്നുമില്ല, ഡയഗ്രാം പഠിക്കുക, ഡയഗ്രാം വെച്ചിട്ട് തന്നെ ഓരോന്നിന്റെയും വർക്കിംഗ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ എക്സ്പ്ലെയിൻ ചെയ്യാൻ, വേറെ വലിയ കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, ദെൻ അതിന്റെ സ്റ്റോപ്പിംഗ് മെക്കാനിസംസ് ആണ് ഡിസ്കസ് ചെയ്തത്. നമ്മൾ നേരത്തെ പറഞ്ഞു അതിന്റെ ഹൈ എനർജിയിൽ അയോൺസ് വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇറ്റ് വിൽ പെനിട്രേറ്റ് ടു ദ സർഫേസ് ആൻഡ് ദ ഡോപ്പൻസ് വിൽ ലോസ് എനർജി once it gone inside the surface because എന്താണ്, due to the collision with the lattice atoms or electrons. Okay, so accordingly we have two stopping mechanisms, nuclear and electronic stopping. Okay, nuclear stopping ൽ പറഞ്ഞു എന്താണ്, ഈ ions അത് ഒരു elastic collision ആണ്. Okay, elastic collision means that energy is transferred into other, അതായത് ഇത് ന്യൂക്ലിയസുമായിട്ട് കൊളൈഡ് ചെയ്യും. നമ്മുടെ ലാറ്റിസിലുള്ള ഫോർ എക്സാമ്പിൾ സിലിക്കൺ വേഫർ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സിലിക്കണിന്റെ ന്യൂക്ലിയസുമായിട്ട് എന്ത് ചെയ്യും, ഈ ഇൻകമിംഗ് അയോൺ ദാറ്റ് ഇസ് ഇംപ്യൂരിറ്റി ആറ്റത്തിന്റെ അയോണ് കൊളൈഡ് ചെയ്യും. കൊളൈഡ് ചെയ്തിട്ട് ഇതിന്റെ കൈനറ്റിക് എനർജി എന്ത് ചെയ്യും, ആ ലാറ്റിസ് ആറ്റത്തിന് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് ഇതിന് എന്ത് ചെയ്യുന്നത്, എനർജി ലോസ് ആവുന്നത്. അങ്ങനെ എനർജി ലോസ് ആയി അയോണിന്റെ എനർജി 0 ആവുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യും, അത് ആ ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ റെസ്റ്റ് ചെയ്യും. ദാറ്റ് ഈസ് നമുക്ക് ആ ഡോപ്പിംഗ് എലമെന്റ്സ് ഇതിന്റെ ലാറ്റിസിലേക്ക് ആഡ് ചെയ്തു എന്ന് പറയാം. ഇത് ഇലാസ്റ്റിക് കൊളിഷൻ ആയതുകൊണ്ട് ആ എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്താവാം, ആ ലാറ്റിസ് ആറ്റത്തിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യാം. ബിക്കോസ് ഈ അയോൺസിന് കിട്ടുന്ന എനർജി യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അത് ചിലപ്പോൾ ലാറ്റിസ് ആറ്റം മൂവ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ദർ മേ ബി ഡിഫെക്ട് ഡ്യൂ ടു ന്യൂക്ലിയർ സ്റ്റോപ്പിംഗ്. ഇലക്ട്രോണിക് സ്റ്റോപ്പിംഗിൽ പറഞ്ഞത് എന്താണ്, ഇൻസിഡന്റ് അയോൺസിൽ എന്താണ്, നമ്മുടെ അയോൺസിന്റെ എനർജി അയോൺസും ഫ്രീ ഇലക്ട്രോൺസും ആയിട്ടാണ് കൊളൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഫ്രീ ഇലക്ട്രോൺസ് ആയിട്ട് കൊളൈഡ് ചെയ്യും. ദാറ്റ് ഇസ് ഇൻഇലാസ്റ്റിക് കൊളിഷൻ ആണ്. അവിടെ ലോസ് ആവുന്ന എനർജി കൺവേർട്ടഡ് ഇൻ ടു തെർമൽ വൈബ്രേഷൻസ് ആണ്. ദാറ്റ് ഇസ് ഇലക്ട്രോണിക് സ്റ്റോപ്പിംഗ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. നൗ ഈ റേറ്റ് ഓഫ് എനർജി ലോസ്, ആക്ച്വലി നമ്മളിപ്പോ ഈ അയൺസിന്റെ കൺസിഡർ ചെയ്യുന്ന സമയത്ത്, ഈ പ്രോസസ് അയൺ ഇംപ്ലാന്റേഷൻ പ്രോസസ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഈ അയൺ സ്റ്റോപ്പിംഗ് മെക്കാനിസം പറഞ്ഞല്ലോ. ഈ സ്റ്റോപ്പിംഗ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ ഒരേ സമയത്ത് തന്നെ ദർ വിൽ ബി ന്യൂക്ലിയർ സ്റ്റോപ്പിംഗ് ആൻഡ് ഇലക്ട്രോണിക് സ്റ്റോപ്പിംഗ് സൈമിൾട്ടേനിയസ് ആയിട്ട് ഉണ്ടാവും. സം ഓഫ് ദ അയോൺസ് എന്തായിരിക്കും, ന്യൂക്ലിയസ് ആയിട്ട് കൊളൈഡ് ചെയ്യും, ദാറ്റ് വിൽ ബി ന്യൂക്ലിയർ സ്റ്റോപ്പിംഗ്. അതർ അയോൺസിനെ കൊളൈഡ് വിത്ത് ദ ഫ്രീ ഇലക്ട്രോൺസ്, ദാറ്റ് ഇസ് ഇലക്ട്രോണിക് സ്റ്റോപ്പിംഗ്. അപ്പൊ രണ്ടിന്റെയും കൂടെ കമ്പൈൻഡ് എഫക്റ്റ് ആയിട്ടാണ് നമുക്ക് ടോട്ടൽ എനർജി ലോസ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ടോട്ടൽ എനർജി ലോസ് ഇസ് ഗിവൺ ബൈ മൈനസ് DE by dx. Negative sign indicates that energy is reducing. Minus DE by dx means change in energy with respect to x എന്ന് പറഞ്ഞാൽ എന്താ, ഡിസ്റ്റൻസ് ആണ്. അതായത് നമ്മുടെ വേഫർ സർഫസ്, നമ്മളിപ്പോ പറഞ്ഞു വേഫർ ഇതേപോലെയാണ് അവിടെ ഫേസ് ചെയ്തിട്ടില്ല അല്ലെ. എക്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, നമ്മുടെ വേഫറിന്റെ സർഫസിന് പെനട്രേറ്റ് ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് എനർജി ലോസ് ആവും. ദാറ്റ് ഈസ് റേറ്റ് ഓഫ് എനർജി ലോസ് ഇസ് DE by dx. ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ എനർജി വിത്ത് റെസ്പെക്ട് ടു ദ പൊസിഷൻ. DE by dx അത് എന്താണ്, ഈ എക്സ് ഇൻക്രീസ് ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യും, എനർജി ഡിക്രീസ് ചെയ്യുന്ന എനർജി ലോസ് ആയതുകൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് സൈൻ കാണിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് ഗിവൺ ബൈ n into Sn of E plus Sc of E. ഇതില് ഞാൻ പറഞ്ഞു E എന്ന് പറയുന്നത് എന്താണ്, എനർജിയാണ്, ആൻഡ് എക്സ് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ വേഫർ സർഫസ് ആണ് കേട്ടോ. ആൻഡ് ക്യാപിറ്റൽ ലെറ്റർ N, it is the number of target atoms per unit volume. Okay, and this Sn of E യും Sc of E എന്ന് പറയുന്നതും that are energy functions. Okay, Sn of E is the energy function of nuclear stopping. Energy function of nuclear stopping. And E of E, it is the energy function of electronic stopping. Okay, so this is the expression for rate of energy loss. Okay, minus d by dx is equal to n into
സം ഓഫ് ദ എനർജി ഫംഗ്ഷൻസ്. അപ്പൊ ഇവിടെ രണ്ട് പ്രോസസ് ഉണ്ടാവും, അതുകൊണ്ടാണ് രണ്ടിന്റെയും എനർജി ഫംഗ്ഷന്റെ സം ആയിട്ട് വരുന്നത്. ഓക്കെ, ഇക്വേഷൻ നോട്ട് ചെയ്യാം. ഇതിന്റെ ഡെറിവേഷനും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഇല്ല കേട്ടോ, അതുകൊണ്ട് ഇക്വേഷൻസ് മാത്രം ഒന്ന് നോട്ട് ചെയ്താൽ മതി. നൗ റേഞ്ച് തിയറി. റേഞ്ച് തിയറി എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മൾ ഇതിന്റെ ഒരു അയോൺ ഇംപ്ലാന്റേഷന്റെ ഈ അയോൺസിന്റെ ആ ഒരു മൂവ്മെന്റും, അതായത് ഇൻസൈഡ് ദ വേഫറുള്ള മൂവ്മെന്റും അത് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസും അതിന്റെ പ്രൊഫൈൽ എങ്ങനെയാണ്, ആ കാര്യങ്ങളൊക്കെ, അതായത് ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് ആണ് റേഞ്ച് തിയറിയിൽ പറയുന്നത്. ഓക്കെ, ഈ അയോൺ ഇംപ്ലാന്റേഷന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ്. സോ റേഞ്ച് തിയറിയിൽ ദ അയോൺസ് ക്യാൻ മൂവ് ഇൻസൈഡ് ദ സർഫസ് എയ്തർ ഇൻ ലാറ്ററൽ ഓർ വെർട്ടിക്കൽ മോഷൻ. അതായത് നമ്മുടെ ഈ ഒരു സർഫസിൽ, വേഫർ സർഫസിൽ ഇങ്ങനെ അയോൺസ് വന്നു കഴിഞ്ഞാൽ, ഓക്കെ, ദിസ് അയോൺസ് എന്ന് പറയുന്നത് നമുക്ക് ഇതേപോലെ ഈ ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്യാം, അല്ലെങ്കിൽ അയോൺസ് ഇതുപോലൊക്കെ മൂവ് ചെയ്യാം. ഓക്കെ, വെർട്ടിക്കൽ ഡയറക്ഷനിലോ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലോ എങ്ങനെ വേണമെങ്കിലും ആ സർഫസിൽ എത്തിക്കഴിഞ്ഞാൽ അതിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇന്റർസ്റ്റിഷ്യൽ സൈറ്റ്സ് ഒക്കെ ഫ്രീ ആയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് മൂവ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് ഇവിടെ നമ്മുടെ സർഫസിൽ എത്തി പെനട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസൈഡ് ദ വേഫർ ദാറ്റ് അയോൺസ് ക്യാൻ മൂവ് എയ്തർ ഇൻ ലാറ്ററൽ ഓർ ഇൻ വെർട്ടിക്കൽ മോഷൻ. ഓക്കെ, അപ്പൊ ആ മൂവ്മെന്റിനെ റിഗാർഡ് ചെയ്യുന്ന എക്സ്പ്രഷൻസ് ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. When the ion energy becomes zero, that is the point up to which the dopants have penetrated the semiconductor. അല്ലെ, ഇത് ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും മൂവ് ചെയ്യാം. അങ്ങനെ മൂവ് ചെയ്തിട്ട് എനർജി സീറോ ആവുന്ന പോയിന്റിൽ എന്ത് ചെയ്യും, അത് റെസ്റ്റ് ചെയ്യും. ഓക്കെ, സോ when the ion energy becomes zero, it is the point up to which dopant has penetrated. Okay, ഇത് ഏത് പോയിന്റും ആവാം. Now this is given by the expression that is range. R is equal to, റേഞ്ച് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാം, അത് കഴിഞ്ഞ് എക്സ്പ്രഷൻ പറയാം. ഓക്കെ, സോ ആ ഒരു പോയിന്റിൽ സ്റ്റോപ്പ് ചെയ്യും. അപ്പൊ നമ്മൾ റേഞ്ച് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്, റേഞ്ച് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവേഴ്സ്ഡ് ഡ്യൂറിംഗ് വിച്ച് ദ അയോൺ എനർജി ഹാസ് ഫോളൺ ഫ്രം ഇറ്റ്സ് ഇനീഷ്യൽ എനർജി ടു സീറോ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ വേഫറിനകത്തേക്ക് ഒരു പെർട്ടിക്കുലർ ഹൈ കൈനറ്റിക് എനർജി ഉള്ള അയോൺസ് ഈ ഒരു ഇനീഷ്യൽ എനർജി, അതിന്റെ ഇനീഷ്യൽ എനർജി ഇപ്പം E0 ആണ് ഇനീഷ്യൽ എനർജി എങ്കിൽ അത്രയും ഹൈ എനർജിയിൽ വന്ന് ആ അയോൺസിന്റെ എന്താണ് കൈനറ്റിക് എനർജി സീറോ ആവുന്നത് വരെ മൂവ് ചെയ്യുന്ന, ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് എന്ത്, റേഞ്ച് എന്ന് പറയുന്നത്. ദാറ്റ് ക്യാൻ ബി, നമ്മൾ നേരത്തെ പറഞ്ഞത് ഇതുപോലെ വെർട്ടിക്കൽ ഡയറക്ഷനിലോ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലോ ഏത് ഡയറക്ഷനിലും ആവാം മൂവ്മെന്റ്. ഓക്കെ, അപ്പൊ റേഞ്ച് എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ട്രാവേഴ്സ് ഡ്യൂറിംഗ് വിച്ച് അയോൺ എനർജി ഹാസ് ഫോളൺ ഫ്രം ഇറ്റ്സ് ഇനീഷ്യൽ എനർജി ടു സീറോ. അപ്പൊ ഇവിടെ സർഫസിൽ എത്തുന്നവരെ എന്തായിരിക്കും, ആ ഇനീഷ്യൽ എനർജി ഉണ്ടാവും. അത് പെനട്രേറ്റ് ചെയ്ത് കഴിയുന്നതിനനുസരിച്ച് എന്താവും, കൊളിഷൻസ് നടക്കുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിന്റെ എനർജി റെഡ്യൂസ് ചെയ്ത് ഏതെങ്കിലും ഒരു പോയിന്റിൽ എത്തുമ്പോൾ എന്ത് ചെയ്യും, സീറോ ആവും. അപ്പൊ ആ ഇനീഷ്യൽ എനർജി ടു സീറോ ആവുന്ന വരെ ട്രാവേഴ്സ് ചെയ്ത ഡിസ്റ്റൻസിനെയാണ് വി ആർ കോളിംഗ് ആസ് റേഞ്ച്. ഓക്കെ, സോ വി ക്യാൻ ഡിഫൈൻ റേഞ്ച് ആസ് ഇന്റഗ്രൽ 0 to r dx എന്ന് വെച്ചാൽ ആ ഒരു ഡിസ്റ്റൻസ് റേഞ്ച് നമ്മുടെ ഈ സർഫസ് എക്സ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നതെങ്കിൽ, എക്സ് എന്ന് പറയുമ്പോൾ സർഫസിൽ എക്സ് ഈക്വൽ ടു എന്താ നമ്മൾ എടുക്കുക, 0 ആണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ 0 തൊട്ടിട്ട് ആ ട്രാവൽ ചെയ്യുന്ന അത്രയും ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് 0 to r dx is the range. Or we can write, നമ്മൾ നേരത്തെ എഴുതിയ എക്സ്പ്രഷന്റെ അകത്തുനിന്ന്, നിങ്ങൾ നോക്കുക, dx-ന് പകരം ഈ ഇക്വേഷന്റെ അകത്തുനിന്ന് dx-ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ ഇക്വേഷന്റെ അകത്തുനിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക, dx ഈക്വൽ ടു, ഇതിനകത്ത് ഞാൻ dx എഴുതുന്നത്, dx എന്താ വരിക, dx ഈക്വൽ ടു മൈനസ് 1/n into Sn of e plus Sc of e അല്ലെ, ഇൻറ്റു ഡി അല്ലെ. ഇതിനകത്ത് നമുക്ക് dx ന്റെ എക്സ്പ്രഷൻ അങ്ങനെ എഴുതിക്കൂടെ, -1/n into Sn of e plus Sc of e into d എന്ന് എഴുതാലോ. അപ്പൊ നമ്മൾ ഡിസ്റ്റൻസിന്റെ ടേംസിലാണ് നേരത്തെ റേഞ്ച് പറഞ്ഞത്, അതായത് സർഫസിൽ നിന്ന് എന്താണ് എനർജി സീറോ ആവുന്നവരെ ട്രാവൽ ചെയ്യുന്നത്, ആ ഡിസ്റ്റൻസ് ആണ് എന്ത്, റേഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി ഞാൻ എക്സിന് പകരം എന്താണ് അത് എനർജിയുടെ ടേംസിലോട്ട് മാറ്റാൻ പോവാണ്. സോ 0 to r, അതായത് എക്സിന്റെ സർഫസിൽ നിന്ന് 0 to അത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് 0 to r, അതിന് പകരം ഇൻ ടേംസ് ഓഫ് എനർജി പറയുകയാണെങ്കിൽ ഐ ക്യാൻ സേ ഇനീഷ്യൽ എനർജി എന്താണ്, E0 ആണ്, അതായത് സർഫസിലുള്ള എനർജി എന്താണ്, E0 ആണ്. ദെൻ അത് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്താണ്, ഫൈനലി എനർജി 0 ആവുന്നത് വരെയാണ് ട്രാവൽ ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഏത് പോയിന്റിലാണോ അത് റെസ്റ്റ് ചെയ്യുന്ന ആ പോയിന്റിലാണ്. സോ അറ്റ് ദാറ്റ് പോയിന്റ് എനർജി വിൽ ബി ഈക്വൽ ടു 0. സോ വി ക്യാൻ ഡിഫൈൻ റേഞ്ച് ആസ് 0 to r എന്നുവെച്ചാൽ ആ ഡിസ്റ്റൻസ് x ഈക്വൽ ടു 0 to r ആണ്. എനർജിന്റെ ടേംസിൽ പറയുകയാണെങ്കിൽ ഇനീഷ്യൽ എനർജി E0 ആണ്, ഫൈനൽ എനർജി 0 ആണ്. സോ E0 to 0, ദെൻ dx-ന് പകരം എന്ത് ചെയ്യാം,
നമ്മൾ നേരത്തെ പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് മൈനസ് DE divided by N into Sn of E plus Sc of E. Okay, or I can write R is equal to ഈ ഇന്റഗ്രേഷന്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും എക്സ്ചേഞ്ച് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, നെഗറ്റീവ് മാറിയിട്ട് പോസിറ്റീവ് ആവും. ഓക്കെ, ദെൻ n കോൺസ്റ്റന്റ് ആണ്, n പുറത്തേക്ക് കൊടുക്കുക. സോ 1/n ഇന്റഗ്രൽ 0 to E0 DE divided by Sn of E plus Sc of E. So this is the expression for range. Okay, അപ്പോൾ range എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള പോയിന്റ് ഓർക്കുക. range എന്ന് പറഞ്ഞാൽ എന്താ, ഡിസ്റ്റൻസ് ട്രാവേഴ്സ് ഡ്യൂറിംഗ് വിച്ച് അയോൺ എനർജി ഹാസ് fallen from its initial energy to 0. ഇനീഷ്യൽ എനർജി E0 to 0 ആവുന്നവരെ ഒരു അയോൺ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണ് അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇൻ ടേംസ് ഓഫ് എനർജി വി ക്യാൻ ഡിഫൈൻ ലൈക്ക് ദിസ്. ഓക്കെ, നൗ നമുക്ക് അതിനകത്ത് പറയാനുള്ള ഒരു പാരാമീറ്റർ പ്രൊജക്റ്റഡ് റേഞ്ച് ആണ്. ഓക്കെ, സോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റേഞ്ച് ആൻഡ് പ്രൊജക്റ്റഡ് റേഞ്ച്? അത് ആക്ച്വലി നിങ്ങൾ നോർമലി നമ്മൾ പറയുന്ന ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടല്ലോ, അറിയില്ല. സാധാരണ കേസിൽ നമ്മൾ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താ പറയാ? ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെയൊക്കെ മൂവ് ചെയ്ത് ഇത് കംപ്ലീറ്റ് ആണ് നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറയാം അല്ലെ. ഈ പാത്താണ് നമ്മുടെ ഡിസ്റ്റൻസ്. ഇനി ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ആ ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും തമ്മിലുള്ള ഡിഫറൻസ് എടുക്കും അല്ലെ. ഏതാണ്ട് സിമിലർ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് മാത്രമേ റേഞ്ചും പ്രൊജക്റ്റഡ് റേഞ്ചും തമ്മിലുള്ളത്. സോ പ്രൊജക്റ്റഡ് റേഞ്ച് എന്ന് പറഞ്ഞാല് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ അയൺ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇൻസിഡന്റ് അയൺ. ഓക്കെ, ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇൻസിഡന്റ് അയൺ നമ്മൾ ഇൻസൈഡ് എത്തിക്കഴിഞ്ഞാൽ ഇത് ലാറ്ററലും ഹൊറിസോണ്ടലും ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും ഇതുപോലൊക്കെ മൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രൊജക്റ്റഡ് റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഇൻസിഡന്റ് അയോണിന്റെ സെയിം ഡയറക്ഷനിൽ ഇൻസിഡന്റ് ചെയ്യുന്നത് വരെ അതെന്തായിരിക്കും, ഒരു സ്ട്രേറ്റ് ലൈനിലാണ് വരും അല്ലെ. നമ്മൾ കറക്റ്റ് ആയിട്ട് സ്കാൻ ചെയ്ത് ഫോക്കസ് ചെയ്ത് ഒരു സ്ട്രേറ്റ് ലൈനിലാണ് എന്ത് ചെയ്യുന്നത്, വേഫറിന്റെ മേലെ ഇൻസിഡന്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇൻസിഡന്റ് അയോണിന്റെ ഡയറക്ഷനിൽ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു, ദാറ്റ് ഈസ് ദ പ്രൊജക്റ്റഡ് റേഞ്ച്. ഈ ഗ്രാഫ് നോക്കി നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവും. ഓക്കെ, ഇതാണ് വേഫർ എങ്കിൽ, വേഫർ സർഫസ് എങ്കിൽ അയോണിന്റെ മൂവ്മെന്റ് കാണിച്ചിട്ടുള്ളത്. ഈ പൊസിഷനിൽ എന്തായി, കൈനറ്റിക് എനർജി 0 ആയിട്ട് അത് റെസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, സോ ദിസ് ഈസ് ദ റേഞ്ച്. ഈ കംപ്ലീറ്റ് പാത്ത് ട്രാവേഴ്സ്ഡ് ആണ് റേഞ്ച് എന്ന് പറയുന്നത്. പ്രൊജക്റ്റഡ് റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, ദാറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവേഴ്സ്ഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇൻസിഡന്റ് അയൺ. ഓക്കെ, അപ്പൊ ഈ ഒരു ഡിസ്റ്റൻസ് ഈ RP മാർക്ക് ചെയ്താണ് എന്ത്, ദാറ്റ് ഈസ് ദ പ്രൊജക്റ്റഡ് റേഞ്ച്. ഓക്കെ, കംപ്ലീറ്റ് ഈ പാത്താണ് എന്ത്, റേഞ്ച് എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ പ്രൊജക്റ്റഡ് റേഞ്ച്. ക്ലിയർ? Okay. Now, usually we are considering the mean value. എന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാൽ നമ്മളിപ്പം നമ്പർ ഓഫ് അയോൺസ് അല്ലെ, ഒരു പെർട്ടിക്കുലർ ഇംപ്യൂരിറ്റി എടുത്ത് നിങ്ങൾ ഇതുപോലെ അയണൈസ് ചെയ്ത് പാസ് ചെയ്യുമ്പോൾ ഒരു സിംഗിൾ അയോൺ അല്ല, നമ്പർ ഓഫ് അയോൺസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇതേപോലെ ഗ്രൂപ്പ് ആയിട്ട് ഇവിടെ ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഓരോ അയോൺസ് എടുത്തു കഴിഞ്ഞാലും എന്തായിരിക്കും, ഈ പ്രൊജക്റ്റഡ് റേഞ്ച് സെയിം ആവണമെന്നില്ല. ഓക്കെ, പ്രൊജക്റ്റഡ് റേഞ്ച് ഒരു അയോണിന് ഇവിടെയാണെങ്കിൽ ചിലപ്പോൾ മറ്റൊന്ന് ഇവിടെ ഈ പോയിന്റിലായിരിക്കും, ചിലത് ഈ പോയിന്റിലായിരിക്കും. ഓക്കെ, അങ്ങനെ പല ഡിസ്റ്റൻസിലായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, ഈ അയോൺസ് റെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. സോ നമ്മൾ ടോട്ടൽ പ്രോസസ്സിന്റെ കേസിൽ പ്രൊജക്റ്റഡ് റേഞ്ച് പറയുമ്പോൾ എന്താണ്, എല്ലാത്തിന്റെയും മീൻ വാല്യൂ ആണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ എല്ലാ അയോൺസിന്റെയും പ്രൊജക്റ്റഡ് റേഞ്ച് സെയിം ആയിരിക്കൂല. സോ നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ ഒരു ആവറേജ് എടുക്കും. വി ക്യാൻ സേ മീൻ വാല്യൂ ഓഫ് പ്രൊജക്റ്റഡ് റേഞ്ച് ഇസ് കൺസിഡർഡ് ആസ് ദ ടോട്ടൽ. നമ്മൾ ആ ഒരു പ്രോസസ്സിന്റെ കംപ്ലീറ്റ് നമ്മുടെ ഇംപ്യൂരിറ്റിന്റെ പ്രൊജക്റ്റഡ് റേഞ്ച് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, എല്ലാത്തിന്റെയും മീൻ വാല്യൂ ആണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ നോർമലി നെക്സ്റ്റ് ടേം വരുന്നത് നമുക്കൊരു മീൻ വാല്യൂ വെച്ച് നിങ്ങൾ പ്രോബിലിറ്റി പഠിക്കുമ്പോൾ അല്ലെ, മീൻ വാല്യൂ വെച്ച് പറയുന്നുണ്ടെങ്കിൽ ദർ വിൽ ബി ഷുവർലി എ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ആ മീൻ വാല്യൂ എന്നുള്ള ഓരോ വാല്യൂന്റെയും വേരിയേഷൻ ആണ് എന്ത് പറയുന്നത്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫ്രം ദ പ്രൊജക്റ്റഡ് റേഞ്ച്. നമ്മൾ പ്രൊജക്റ്റഡ് റേഞ്ച് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്, ഒരു മീൻ വാല്യൂ ആണ്. എല്ലാ അയോൺസിന്റെയും കൺസിഡർ ചെയ്തിട്ട് മീൻ വാല്യൂ ആണ് പ്രൊജക്റ്റഡ് റേഞ്ച് ആയിട്ട് എടുക്കുന്നത്. സോ ഈച്ച് അയോൺസിന്റെ കേസിലുള്ള deviation from the projected range is called standard deviation, or we can say straggle എന്ന് പറയും. Okay, ആ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇവിടെ നമ്മൾ otherwise called as straggle, that is delta RP. projected range എന്നുള്ള deviation, that is delta RP, straggle. Okay, ഇത്രയും ടേംസ് ഒന്ന് ഇതിന്റെ റേഞ്ച് തിയറി ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് ഇത്രയും ടേംസ് ഇക്വേഷൻ ഓർക്കുക. റേഞ്ച് പ്രൊജക്റ്റഡ് റേഞ്ച്, സ്ട്രാഗിൾ. പിന്നെ വരുന്ന ഒരു എക്സ്പ്രഷൻ എന്താന്ന് വെച്ചാൽ അയോൺ കോൺസെൻട്രേഷന്റെ എക്സ്പ്രഷൻ ആണ്. അയോൺ കോൺസെൻട്രേഷൻ ഇസ് ഗിവൺ ബൈ, അതായത് ഓരോ പോയിന്റിലും n of x എന്ന് പറയുന്ന പോയിന്റിലുള്ള അയോൺ കോൺസെൻട്രേഷന്റെ എക്സ്പ്രഷൻ. ഓക്കെ,
iron concentration is given by N0 into exponential of minus x minus Rp divided by 2 delta Rp square. Okay, so this is the iron concentration at a point x. എപ്പോഴും സർഫസിലാണ് നമ്മുടെ x equal to 0 എന്ന് പറയുന്നത്. അതിന്റെ വേഫറിന്റെ ഇൻസൈഡിലേക്ക് പോകുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് x ന്റെ ഡിസ്റ്റൻസ് എടുക്കുന്നത്. So a particular point x, iron concentration is given by N0 into exponential of minus, അതായത് e raised to minus x minus Rp divided by 2 delta Rp square. Okay, ഇതിൽ N0 എന്ന് പറയുന്നത്, N0 is the peak concentration. അതായത് ഈ n of x ഉം x ഉം പ്ലോട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലൊരു ഗ്രാഫ് കിട്ടും. ഓക്കെ, അപ്പൊ ഏതെങ്കിലും ഒരു പോയിന്റിൽ പീക്ക് കോൺസെൻട്രേഷൻ ഉണ്ടാവും. ദാറ്റ് പീക്ക് കോൺസെൻട്രേഷൻ ആണ് ഈ N0 എന്ന് പറയുന്നത്. ഓക്കെ, N0 is the peak concentration. N0 is equal to 0.45 divided by delta Rp, where phi is the total amount of impurity. Put inside the semiconductor. Okay, phi total amount of impurity put inside the semiconductor. നമ്മൾ complete ions ആയിട്ട് convert ചെയ്ത് ഇതിനകത്തേക്ക് pass ചെയ്ത് total amount of impurity phi ആണെങ്കിൽ peak concentration is given by 0.45 divided by delta Rp. Okay, then now ion concentration at a particular point x, n of x is given by N0 into exponential of minus x minus Rp divided by 2 delta Rp square. ഇതിന്റെ ഒന്നും നിങ്ങൾക്ക് ഡെറിവേഷൻ ആവശ്യമില്ല. നിങ്ങളുടെ സിലബസ് വെച്ച് നോക്കുമ്പോൾ അതിന് ബിയോണ്ട് ആണ് ഡെറിവേഷൻ ഒക്കെ. നിങ്ങൾക്ക് ഇക്വേഷൻസ് വേണ്ടി വരും. കാരണം ഇതുപോലെ റേഞ്ച് തിയറിയിൽ എന്തൊക്കെ പാരാമീറ്റേഴ്സ് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ ഓരോ ടേംസും ഇതിനകത്ത് വരുന്ന ടേംസ്, റേഞ്ച്, പ്രൊജക്റ്റഡ് റേഞ്ച്, സ്ട്രാഗിൾ, ആ ടേംസ് ഒന്ന് ഓർക്കുക. ദെൻ റേഞ്ചിന്റെ എക്സ്പ്രഷൻ, അതേപോലെ അയൺ കോൺസെൻട്രേഷന്റെ എക്സ്പ്രഷൻ, ഓൾസോ ദിസ് പ്രൊഫൈൽ, നമ്മുടെ ഈ ഒരു ഇംപ്യൂരിറ്റിന്റെ പ്രൊഫൈലും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഇത് ഇംപ്യൂരിറ്റി പ്രൊഫൈലാണ്. അതായത് ഇംപ്യൂരിറ്റി കോൺസെൻട്രേഷൻ n of x വേഴ്സസ് എക്സ്, അതായത് നമ്മുടെ സർഫസിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിലേക്ക് പോകുമ്പോഴേക്കും ഉള്ള ഇംപ്യൂരിറ്റി കോൺസെൻട്രേഷൻ. അപ്പൊ ഏതാണ്ട് നമ്മുടെ ഗോസിയൻ പ്രൊഫൈൽ തന്നെയാണ് വരുന്നത്, അല്ലെ എക്സ്പോണൻഷ്യൽ ആണ് വരുന്നത്. സോ ഗോസിയൻ പ്രൊഫൈൽ ആണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, സോ ദർ വിൽ ബി എ മാക്സിമം കോൺസെൻട്രേഷൻ പോയിന്റ്, ദാറ്റ് ഇസ് പീക്ക് കോൺസെൻട്രേഷൻ പോയിന്റ് N0. പീക്ക് കോൺസെൻട്രേഷൻ N0 ആണ്. ഓക്കെ, ദാറ്റ് ഇസ് ഗിവൻ ബൈ 0.4 into 5 divided by delta Rp, where 5 is the total amount of impurity. Okay, ഇത്രയും കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഇപ്പൊ ഇത്ര ഇക്വേഷൻസും കൂടെ അതിലൂടെ ആ പ്രോസസ് ഡയഗ്രാം, അതിന്റെ വർക്കിംഗ് ഓർക്കുക, സ്റ്റോപ്പിംഗ് മെക്കാനിസംസ് ഒന്ന് ഓർക്കുക. ദെൻ ഇതിന്റെ റേറ്റ് ഓഫ് എനർജി ലോസ്, റേഞ്ചിന്റെ ഇക്വേഷൻ, അതേപോലെ ഇംപ്യൂരിറ്റി കോൺസെൻട്രേഷന്റെ ഇക്വേഷൻ, ഇത്രയും കാര്യങ്ങൾ അയൺ ഇംപ്ലാന്റേഷന്റെ കേസിൽ. Then we can conclude ion implantation factors which characterize ion distribution. ആ ഒരു ion distribution ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. പ്രൊജക്റ്റഡ് റേഞ്ച്, സ്ട്രാഗിൾ, പിന്നീട് രണ്ട് പാരാമീറ്റേഴ്സ് ഉള്ളത് സ്ക്യൂനെസ് ആൻഡ് കൊട്ടോസിസ്. ഇതെന്താ മെയിൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രൊജക്റ്റഡ് റേഞ്ച് Rp എന്ന് പറയുന്നത് ഒരു മീൻ വാല്യൂ ആണ് കൺസിഡർ ചെയ്യുന്നതെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഇതിനകത്ത് ലൈറ്റ് അയോൺസ് ആർ ബാക്ക് സ്കാറ്റേർഡ് ടു നെറ്റ് ഡെപ്ത് ലെസ് ദാൻ Rp. നമ്മളൊരു മീൻ വാല്യൂ Rp ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നമ്മുടെ ലൈറ്റ് അയോൺസ്, വെയിറ്റ് കുറഞ്ഞ അയോൺസ് ആണെങ്കിൽ എന്ത് ചെയ്യും, അത് ബാക്ക് സ്കാറ്റർ ചെയ്തിട്ട് നമ്മുടെ Rp എന്ന് പറഞ്ഞ ഡിസ്റ്റൻസിനെക്കാട്ടിയും എന്തായിട്ടുണ്ടാവും, അതായത് ആ മീൻ വാല്യൂ ഒന്ന് ഒരുപാട് ബാക്കിലോട്ട് ലെസ് ആയിട്ടുള്ള ഡിസ്റ്റൻസിൽ ഉണ്ടാവും. ഓക്കെ, കുറച്ച് ഇംപ്യൂരിറ്റീസ്. ആ ഒരു എഫക്റ്റിനെയാണ് എന്ത് പറയുന്നത്, സ്ക്യൂനെസ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്കൊരു മീൻ വാല്യൂ വെച്ച് കഴിഞ്ഞാൽ അയോൺസ് എന്ന് പറഞ്ഞാൽ മാക്സിമം പ്രൊജക്റ്റഡ് റേഞ്ച് എന്തായിരിക്കും, മെയിൻ എന്ന് പറയുമ്പോൾ ഒരുവിധം എല്ലാം എന്തായിരിക്കും ഏകദേശം ആ ഡിസ്റ്റൻസിൽ ഉണ്ടാവും. അതിനെക്കാട്ടി ഒരുപാട് ലെസ് ആയിട്ടുള്ള ഡിസ്റ്റൻസിൽ ഈ ലൈറ്റ് അയോൺസ് ബാക്ക് സ്കാറ്റർ ചെയ്തിട്ട് കുറെ ലെസ് ദാൻ Rp ആയിട്ടുള്ള ഡിസ്റ്റൻസിൽ ഓക്കെ ബാക്ക് സ്കാറ്റർ ചെയ്തിട്ട് ഇംപ്യൂരിറ്റീസ് പ്രസന്റ് ആണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് സ്ക്യൂനെസ്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഹെവി അയോൺസ് ആർ ഫോർവേഡ് സ്കാറ്റേർഡ് ടു എ ഡെപ്ത് ഗ്രേറ്റർ ദാൻ Rp. ഇതാണ് നമ്മുടെ പ്രൊജക്റ്റഡ് റേഞ്ച്. അപ്പൊ നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഓൾമോസ്റ്റ് കുറെ അയോൺസ് എന്താണ് ഒരു ഏകദേശം ആ ഒരു
റേഞ്ചിലാണ് ഉള്ളത് എന്നാണ്. ഓക്കെ, അപ്പോൾ ഹെവി അയോൺസ് ആണെങ്കിൽ എന്ത് ചെയ്യും, ഫോർവേഡ് സ്കാറ്റർ ചെയ്തിട്ട് ഗ്രേറ്റർ ദാൻ ആർക്ക് എന്ന ഡിസ്റ്റൻസിലായിരിക്കും ഇമ്പ്യൂരിറ്റി ഉണ്ടാവുക. അതിനെ എന്ത് പറയും, ക്രിപ്റ്റോസിസ് എന്ന് പറയും. ഓക്കെ, ഇതിന്റെ കൂടെ ഈ രണ്ട് ടേംസും കൂടെ ഒന്ന് ഓർക്കുക. മെയിൻലി നമ്മുടെ ആ അയൺ ഡിസ്ട്രിബ്യൂഷൻ, അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഈ ഒരു കേസിൽ ഇങ്ങനെ ഒരു പ്രൊഫൈൽ ആയിരിക്കും എന്ന് പറയാം. ബട്ട് ഈ ഒരു സ്ക്യൂനെസ് ക്രിപ്റ്റോസിസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്തായിപ്പോവും, ഈ ചിലപ്പോൾ ഈ ഡിസ്ട്രിബ്യൂഷൻ നമ്മുടെ ഐഡിയൽ ആയിരിക്കില്ല, ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും. ഓക്കെ, സോ അയൺ ഡിസ്ട്രിബ്യൂഷനെ ഡിപെൻഡ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് പ്രൊജക്റ്റഡ് റേഞ്ച്, സ്ട്രാഗിൾ, സ്ക്യൂനെസ് ആൻഡ് കുർട്ടോസിസ്. Okay, so skewness is due to back scattering and kurtosis is due to forward scattering of ions. So നമുക്ക് വൈൻഡപ്പ് ചെയ്യുമ്പോൾ ഡിഫ്യൂഷനും അയോൺ ഇംപ്ലാന്റേഷനും ഞാൻ ആദ്യം പറഞ്ഞു, നമുക്ക് എന്താണ് ഈ ഇംപ്യൂരിറ്റി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർ ഡോപ്പിംഗ് പ്രോസസ്, ഫോർ ഡോപ്പിംഗ് പർപ്പസ് വി ആർ യൂസിങ് ഡിഫ്യൂഷൻ ഓർ അയോൺ ഇംപ്ലാന്റേഷൻ. രണ്ടും സെയിം ഇന്റൻഷൻ ആണ്, ബട്ട് മെത്തേഡ് ആണ് ഡിഫറെന്റ്. ഓക്കെ, മെത്തേഡ് ഡിഫറെന്റ് ആണ്, അതേപോലെ അതിന്റെ റിസൾട്ടും ഡിഫറെന്റ് ആണ്. അപ്പൊ അതിന്റെ കമ്പാരിസൺ ഒന്ന് ഓർത്ത് വെക്കുക. എല്ലാം നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഡിഫ്യൂഷനിൽ വി ആർ യൂസിങ് പ്രീ ഡെപ്പോസിഷൻ ആൻഡ് ഡ്രൈവിംഗ് സ്റ്റെപ്സ്. ആ രണ്ട് പ്രോസസ്സ് പറഞ്ഞു അല്ലെ, പ്രീ ഡെപ്പോസിഷൻ ആൻഡ് ഡ്രൈവിംഗ് സ്റ്റെപ്സ്. അയോൺ ഇംപ്ലാന്റേഷനിൽ വി ആർ വേപ്പറൈസിങ്, ആക്സിലറേറ്റ്, ടാർജറ്റ്. അതായത് ആ ഒരു പ്രോസസ്സാണ്, അയോണൈസ് ചെയ്യുന്നു, ദെൻ ആക്സിലറേറ്റ് ചെയ്ത് ടാർജറ്റിലേക്ക് പാസ് ചെയ്യുന്നു. ഓക്കെ, ദെൻ ഡിഫ്യൂഷൻ എക്കണോമിക്കൽ ആൻഡ് സ്ലോ പ്രോസസ്. അതായത് നിങ്ങൾക്ക് അതിന്റെ അറേഞ്ച്മെന്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, കുറേ കൂടെ എന്തായിരിക്കും, കോസ്റ്റ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ ലെസ് കോസ്റ്റ് ഏതിനായിരിക്കും, ഡിഫ്യൂഷൻ ആണ്. അയോൺ ഇംപ്ലാന്റേഷൻ ഇസ് എക്സ്പെൻസീവ് ഇൻ ടേംസ് ഓഫ് എക്യുപ്മെന്റ് ആൻഡ് പവർ റിക്വയർമെന്റ്. ഓക്കെ, അതായത് അത്രയും നമ്മൾ അതിന്റെ ആക്സിലറേഷൻ പ്രൊവൈഡ് ചെയ്യണം, അയണൈസ് ചെയ്യണം. സോ ടോട്ടൽ പവർ റിക്വയർമെന്റ് എക്സ്പെൻസീവ് ആണ്. പിന്നെ ബട്ട് പ്രോസസ് എന്തായിരിക്കും, ഫാസ്റ്റർ ആണ്. ഡിഫ്യൂഷൻ സ്ലോ പ്രോസസ് ആണ്, അയോൺ ഇംപ്ലാന്റേഷൻ ഫാസ്റ്റ് പ്രോസസ് ആണ്. ദെൻ ലെസ് കൺട്രോൾ ഓവർ ഡോപ്പിംഗ് ഡോസ് ആൻഡ് ഡെപ്ത് ഓഫ് ഡിഫ്യൂഷൻ. ഓക്കെ, ഇപ്പൊ ഡെപ്ത് ഓഫ് ഡിഫ്യൂഷൻ അല്ലെങ്കിൽ ഡോപ്പിംഗ് ഡോസ്, അത് നമുക്ക് ലെസ് കൺട്രോൾ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് കറസ്പോണ്ടിങ് ആയിട്ട് അങ്ങനെ അങ്ങ് പോകും, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നുകിൽ ആ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ അല്ലെങ്കിൽ ആ ഗോസിയൻ ഡിസ്ട്രിബ്യൂഷൻ ആ രീതിയിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ബട്ട് ഹിയർ വി ക്യാൻ കൺട്രോൾ ദ ഡോസ് ആൻഡ് ഡെപ്ത്. ഓക്കെ, അതായത് ഇമ്പ്യൂരിറ്റി കോൺസെൻട്രേഷനും അത് ഏത് ഡെപ്തിൽ എത്ര കോൺസെൻട്രേഷൻ വേണമെന്നുള്ളത് നമുക്ക് കറക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. Then diffusion is high temperature process. Ion implantation is ambient temperature process. So normal temperature നടക്കുന്ന process ആണ് ion implantation. Then for diffusion there will least lattice defect. അവിടെ lattice defect നുള്ള possibility less ആണ്. Here ion implantation causes lattice defect. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മുടെ പിന്നെ ന്യൂക്ലിയർ സ്റ്റോപ്പിംഗ് മെക്കാനിസം ആണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ ലാറ്റിസിലുള്ള സ്ട്രക്ചർ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ലാറ്റിസ് ആറ്റംസിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്പ്ലേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയാകുമ്പോൾ എന്താണ്, there will be defect. ഹൈ കൈനറ്റിക് എനർജിയിൽ വരുന്നതാണ്. അപ്പൊ അങ്ങനെ ഇൻവൈൻ ചെയ്യുമ്പോൾ നോർമലി എന്താണ്, അവിടെ ഡിഫക്റ്റിനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, സോ ഇൻ ദ കേസ് ഓഫ് ഡിഫ്യൂഷൻ പോസ്റ്റ് പ്രോസസിംഗ് നോട്ട് റിക്വയർഡ്. പോസ്റ്റ് പ്രോസസിംഗ് കാരണം ഇവിടെ ഡിഫക്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഡിഫ്യൂഷൻ പ്രോസസ്സ് കഴിഞ്ഞാൽ എന്താണ്, പിന്നെ നമുക്കൊരു വേറൊരു പ്രോസസ്സിന്റെ ആവശ്യമില്ല. ഹിയർ അയോൺ ഇംപ്ലാന്റേഷന്റെ കേസിൽ ദർ ഇസ് എ പോസ്റ്റ് പ്രോസസിംഗ്, കാരണം ഇവിടെ കുറച്ച് ലാറ്റിസ് ഡിഫക്റ്റ് ഉണ്ട്. അപ്പൊ ആ ഡിഫക്റ്റിനെ ഒന്നുകൂടെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു പോസ്റ്റ് പ്രോസസിംഗ് ഉണ്ട്. ആ പ്രോസസ്സിങ്ങിനെ പറയുന്ന പേരാണ് അനീലിംഗ്. ഓക്കെ, ഇപ്പൊ ഡിഫറൻസ് ഒന്ന് ഓർത്ത് വെക്കുക. എല്ലാം നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഈ സാധനം വെച്ചിട്ട് നമ്മുടെ പോസ്റ്റ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. സോ ഡിഫ്യൂഷന്റെ കേസിൽ ഡിഫക്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ പോസ്റ്റ് പ്രോസസ്സിംഗ് നോട്ട് റിക്വയർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ലാറ്റിസ് ഡിഫക്ട്സ് ഉണ്ട്. സോ ആ ഡിഫക്ട്സ് നമുക്ക് എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യണം. സോ ഫോർ ദാറ്റ് വി ഹാവ് എ പോസ്റ്റ് പ്രോസസ്സിംഗ് കോൾഡ് അനീലിംഗ്. സോ നെക്സ്റ്റ് അനീലിംഗ് ആണ്. So annealing എന്ന് പറഞ്ഞാല് process of correcting the lattice damage after ion implantation step. So ion implantation due to the nuclear stopping mechanism there may be lattice damage. So in order to correct the lattice damage we are undergoing the process annealing. Okay, so annealing main ആയിട്ട് രണ്ട് objectives ഉള്ളത്, to restore silicon crystallinity, then electrical activation of dopant atoms by placing into silicon substitutional site. ഇതിന്റെ ആ ഒരു ക്രിസ്റ്റൽ സ്ട്രക്ചർ, നമ്മുടെ സിലിക്കൺ വേഫറിന്റെ ക്രിസ്റ്റൽ സ്ട്രക്ചർ ചിലപ്പോൾ ഈ ഒരു പ്രോസസ് എന്തായി പോയിട്ടുണ്ടാവും, ലോസ് ആയി പോയിട്ടുണ്ടാകും. കാരണം അതിന്റെ ലാറ്റിസ് ആയിട്ടുള്ള ആറ്റംസിനൊക്കെ ഡിസ്പ്ലേസ് ചെയ്തു അല്ലെ, അപ്പൊ ക്രിസ്റ്റൽ സ്ട്രക്ചർ ലോസ് ആയിട്ടുണ്ട്. സോ വി ഹാവ് ടു റീസ്റ്റോർ ദാറ്റ് ക്രിസ്റ്റൽ സ്ട്രക്ചർ, ഫസ്റ്റ് വൺ. ദെൻ അതിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റീസ്, നമ്മുടെ ഡോപ്പന്റ് ആറ്റംസ് കറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂഷണൽ സൈറ്റ്സ് തന്നെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പൊ അതിനൊക്കെ ഇലക്ട്രിക്കലി ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പൊ ഇതിന് കംപ്ലീറ്റ് ആണ് അനീലിംഗ് പ്രോസസ് ചെയ്യുന്നത്. അനീലിംഗ് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സിംപ്ലി കാര്യം ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ അയൺ ഇംപ്ലാന്റേഷൻ കഴിഞ്ഞ വേഫർ എടുത്തിട്ട്
ഒന്ന് ടെമ്പറേച്ചർ റൈസ് ചെയ്യും. ഇപ്പൊ ഹൈ ടെമ്പറേച്ചർ ആകുമ്പോൾ എന്ത് ചെയ്യും, ഒന്ന് ടെമ്പറേച്ചർ നല്ലോണം റൈസ് ചെയ്ത് പിന്നെ കൂൾ ചെയ്യും. ഇപ്പൊ ടെമ്പറേച്ചർ റൈസ് ചെയ്യുമ്പോൾ എന്താവും, നോർമലി ഒരു മെൽറ്റ് ആവില്ല, ബട്ട് കുറച്ചും കൂടെ എന്തായിരിക്കും, ഈ ഇതിനകത്തുള്ള ആറ്റംസിനൊക്കെ കുറച്ചുകൂടെ മൂവ്മെന്റ് പോസിബിൾ ആയിരിക്കും അല്ലെ. അപ്പൊ ഒന്ന് ടെമ്പറേച്ചർ റൈസ് ചെയ്ത് അതിനൊന്ന് ആറ്റംസ് ഒക്കെ ഒന്ന് കറക്റ്റ് പൊസിഷനിലേക്ക് വന്നു കഴിഞ്ഞിട്ടാകുമ്പോൾ എന്ത് ചെയ്യാം, ഒന്നുകൂടെ കൂൾ ചെയ്തിട്ട് അത് കറക്റ്റ് സോളിഡ് സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പൊ അനീലിംഗ് പ്രോസസ് എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. നമ്മുടെ വേഫർ എന്ത് ചെയ്യാം, സം എലിവേറ്റഡ് ടെമ്പറേച്ചർ, ഒരു 1000 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ റേഞ്ചിലുള്ള ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്യും, ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഹീറ്റ് ചെയ്യും, ദെൻ സ്ലോലി കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് അലൗ ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറക്റ്റ് ആയിട്ട് ഈ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ അയോൺസിന്റെയും ആറ്റംസിന്റെ ഒക്കെ ഡിസ്ട്രിബ്യൂഷൻ പ്രോപ്പർ ആയിട്ട് വന്നിട്ട് വീണ്ടും നമുക്ക് എന്ത് ചെയ്യും, നോർമൽ ക്രിസ്റ്റൽ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അതാണ് അനീലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്. അതിൽ ദർ ആർ 2 types ഓഫ് അനീലിംഗ്, ഫർണസ് ഹീറ്റിംഗ് ആൻഡ് റാപ്പിഡ് തെർമൽ അനീലിംഗ്. അതിൽ ഫർണസ് ഹീറ്റിംഗ് ആണെങ്കിൽ ഇറ്റ് സ്ലോ ഹീറ്റിംഗ് ഇൻ ദ റേഞ്ച് ഓഫ് 500 ഡിഗ്രി സെൽഷ്യസ് പെർ മിനിറ്റ്. റാപ്പിഡ് തെർമൽ അനീലിംഗ് മീൻസ് ഫാസ്റ്റ് ഹീറ്റിംഗ്. അതിന്റെ നെയിം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഫാസ്റ്റ് ഹീറ്റിംഗ് അറ്റ് ദ റേറ്റ് ഓഫ് greater than 500 degree Celsius per seconds. Okay. Then in furnace heating, there is a possibility of secondary diffusion. In rapid thermal annealing, there will not be any secondary diffusion. Secondary diffusion എന്ന് പറഞ്ഞാൽ എന്താണ്, ആ കോൺസെൻട്രേഷൻ ഗ്രാഡിയന്റ് കൊണ്ട് വീണ്ടും മൂവ്മെന്റ്സ് ഉണ്ടാവാം. RTL ആണെങ്കിൽ ആ ഒരു പോസിബിലിറ്റി ഇല്ല. ഓക്കെ, ദെൻ ഫർണസ് ഹീറ്റിംഗ് നോൺ ക്രിട്ടിക്കൽ ആപ്ലിക്കേഷൻസിനാണ് യൂസ് ചെയ്യുന്നത്. റാപ്പിഡ് തെർമൽ അനീലിംഗ് ക്രിട്ടിക്കൽ ആപ്ലിക്കേഷൻസിനാണ്. ആ ആപ്ലിക്കേഷൻസ് എന്താന്നുള്ളത് നമുക്ക് കുറച്ചും കൂടെ നിങ്ങൾ ഇതിന്റെ ഫാബ്രിക്കേഷൻ കുറച്ചുകൂടെ പഠിച്ചാലേ അത് മനസ്സിലാവുള്ളൂ. ഈ വെൽഡ് ഫോർമേഷനും ഷാലോ ജംഗ്ഷൻ ഫോർമേഷനും ഒക്കെ എന്താണെന്ന് നിങ്ങൾ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഇത്രയും മാത്രം ഓർക്കുക. ഫർണസ് ഹീറ്റിംഗ് നോൺ ക്രിട്ടിക്കൽ ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും കണ്ടീഷൻസ് സ്ട്രിഞ്ചന്റ് അല്ല, വലിയ കുഴപ്പമില്ലാത്ത പ്രോസസ് ആണെങ്കിൽ നമുക്ക് വലിയ പ്രശ്നം, ഈ സെക്കൻഡറി ഡിഫ്യൂഷനെ കൊണ്ടൊന്നും പ്രോബ്ലം ഒന്നും ഇല്ല എന്നുള്ളൊരു കണ്ടീഷൻ ഒക്കെ ആണെങ്കിൽ എന്താണ് ഫർണസ് ഹീറ്റിംഗ് യൂസ് ചെയ്യാം. ബട്ട് നമുക്ക് കറക്റ്റ് പ്രിസൈസ് ആയിട്ട് എല്ലാ കാര്യങ്ങളും നടക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് കുറച്ചും കൂടെ ക്രിട്ടിക്കൽ ആപ്ലിക്കേഷൻസ് ആണെങ്കിൽ ഏതാ റാപ്പിഡ് തെർമൽ അനീലിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ റാപ്പിഡ് തെർമൽ അനീലിംഗിന്റെ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ദർ വിൽ ബി എ ക്വാർട്സ് ട്യൂബ്. ഓക്കെ, ഇതൊരു ക്വാർട്സ് ട്യൂബ് ഉണ്ട്. ആ ക്വാർട്സ് ട്യൂബിനകത്ത് ഈ ഒരു വേഫർ പ്ലേസ് ചെയ്തിട്ടുണ്ടാകും. അവർക്ക് ഈ പ്രോസസ്സിൽ നമ്മൾ സിംഗിൾ വേഫർ ആണ് അറ്റ് എ ടൈം അനീലിംഗ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ചതൊക്കെ മാസ് പ്രോസസ് ആയിരുന്നു. ഇവിടെ എന്താണ്, ഇറ്റ് ഹീറ്റ് സിംഗിൾ വേഫർ അറ്റ് എ ടൈം. ഓക്കെ, ഇപ്പൊ ഒരു സിംഗിൾ വേഫർ പ്ലേസ് ചെയ്തിട്ടുണ്ട്, ഒരു പോയിന്റ് കോണ്ടാക്ട്. ഓക്കെ, അപ്പൊ ആ ക്വാർട്സ് ട്യൂബിനകത്ത് ഒരു there is a point contact, over that a single wafer is placed. Then we have ഈ റൗണ്ട് ചെയ്ത് കാണിച്ചേക്കുന്നത്, ഈ റൗണ്ട് ചെയ്ത് കാണിച്ചേക്കുന്നതാണ് ലാംപ്സ് ആണ്. ഓക്കെ, ഇത് these are lamps. Okay, so using this lamp, the wafer is heated to a temperature, we are raising the temperature to 1000 to 1500 degrees Celsius. Okay, അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ മെൽറ്റിംഗ് പോയിന്റ് വരെ എന്ത് ചെയ്യുന്നുണ്ട്, ഹീറ്റ് ചെയ്യുന്നുണ്ട്. സോ ലാമ്പ് യൂസ് ചെയ്തിട്ട് ആ വേഫറിന്റെ ടെമ്പറേച്ചർ റൈസ് ചെയ്യും. ടെമ്പറേച്ചർ റൈസ് ചെയ്തിട്ട്, അപ്പൊ ശരിക്കും നിങ്ങളൊന്ന് ആലോചിക്കാൻ മതി, ഒരു സാധനം യൂണിഫോം അല്ലെങ്കിൽ മെൽറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് എന്താവും, അതിന്റെ ആറ്റംസ് ഒന്നുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തിട്ട് ഒരു യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ കിട്ടും. ഓക്കെ, ദെൻ അത്രയും ഹീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു അബൌട്ട് 10 seconds ഒക്കെ ഹീറ്റ് ചെയ്തിട്ട് ദെൻ വേഫർ ഈസ് കൂൾഡ് വെരി ക്വിക്ലി. ഫാസ്റ്റ് ആയിട്ട് അത് എന്ത് ചെയ്യും, കൂൾ ചെയ്യും. ഓക്കെ, അത്രയാണ് അനീലിംഗ് പ്രോസസ്സിൽ ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ. ഒരു ക്വാർട്സ് ട്യൂബിൽ ദർ ഇസ് എ സിംഗിൾ വേഫർ ദെൻ വി ആർ പ്രൊവൈഡിങ് എ പോയിന്റ് കോണ്ടാക്ട്. പോയിന്റ് കോണ്ടാക്ടിൽ സിംഗിൾ വേഫർ പ്ലേസ് ചെയ്യും. യൂസിങ് ലാംപ്സ് എന്ത് ചെയ്യും, ഒരു 1000 to 1500 ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റ് ടെമ്പറേച്ചർ റൈസ് ചെയ്യും. ദെൻ സഡൻലി എന്ത് ചെയ്യും, കൂൾ ചെയ്യും, വേഫർ കൂൾ ചെയ്യും. ഓക്കെ, അപ്പൊ അത്രയും പ്രോസസ്സ് നടക്കുന്നത് എന്താണ്, അവിടെ റീക്രിസ്റ്റലൈസേഷൻ എന്ന് വെച്ചാൽ നമുക്ക് ലോസ് ആയി പോയ ക്രിസ്റ്റൽ സ്ട്രക്ചർ റീഗെയിൻ ചെയ്യും. ഓക്കെ, അപ്പൊ അതിന്റെ ഡിഫക്റ്റ് ഫ്രീ ആയിട്ടുള്ള വേഫർ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ നേരത്തെ പറഞ്ഞ അയോൺ ഇംപ്ലാന്റേഷൻ പ്രോസസ്സിൽ എന്താണ്, ആ ന്യൂക്ലിയർ സ്റ്റോപ്പിംഗ് കൊണ്ട് ദർ വിൽ ബി സം ഡിഫക്ട്. സോ ആ ഡിഫക്റ്റ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഡിഫക്റ്റ് ഫ്രീ ആയിട്ടുള്ള വേഫർ ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ അയോൺ ഇംപ്ലാന്റേഷന് ശേഷം വരുന്ന പോസ്റ്റ് പ്രോസസ്സിംഗ് ആണ് ഇത് അനീലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമ്മളിവിടെ സെൻസേഴ്സും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഈ പ്രോസസ്സിന്റെ റേഡിയേഷൻസ് സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, റിസീവ് റേഡിയേഷൻ ദാറ്റ് ഈസ് റിഫ്ലക്റ്റഡ് ആൻഡ് എമിറ്റഡ് ബൈ സിലിക്കൺ വേഫർ. സെൻസേഴ്സ്, ബാക്കിയുള്ള സെൻസേഴ്സും ഫോട്ടോ ഡിറ്റക്ടേഴ്സും ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ്, പ്രിസൈസ് ആയിട്ട് അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പ്രിസൈസ്ലി പ്രോസസ്സ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെൻസേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അത്രയാണ് അനീലിംഗ് പ്രോസസ്സ്.
ഇത്രയാണ് നിങ്ങളുടെ ഫസ്റ്റ് മോഡ്യൂളിലെ കണ്ടൻസ് വരുന്നത്. ഇനി ഫസ്റ്റ് മോഡ്യൂളിൽ ചെയ്യാനുള്ളത് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2-3 പ്രോബ്ലംസ് വരുന്നുണ്ട്. ഓക്സിഡേഷന്റെ സൈഡിലും അതേ ഓക്സിഡേഷൻ അയോൺ ഇംപ്ലാന്റേഷന്റെ സൈഡിലൊക്കെ 1-2 പ്രോബ്ലംസ് ഇടയ്ക്ക് ചോദിക്കാറുണ്ട് എക്സാമിന്. അത് നമുക്ക് എന്തായാലും ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, പ്രോബ്ലംസ് ഏതെങ്കിലും റെമഡിയൽ അവറോ അല്ലെങ്കിൽ നമുക്ക് റിവിഷന്റെ ടൈമിലോ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നിങ്ങൾക്ക് നല്ലത്. കാരണം നിങ്ങളിത് പഠിച്ചു കഴിഞ്ഞാൽ ഇക്വേഷൻസ് ഒക്കെ ശരിക്കും പഠിച്ച് പ്രോസസ്സിംഗ് ഇക്വേഷൻസ്